കുറച്ച് നാൾ മുമ്പ് വരെ ഞാൻ വിചാരിച്ചത് ഞാൻ മെറ്റൽ സ്ട്രാപ്പ് വാച്ചുകൾ ഉപയോഗിക്കില്ല എന്നായിരുന്നു. അതിന് 2 കാരണമുണ്ട്. ഒന്ന് എൻ്റെ റിസൈസ് വളരെ ചെറുതാണ്. പിന്നെ ഈ മെറ്റൽ സ്ട്രാപ്പ് വാച്ചുകൾ ഉപയോഗിക്കുന്ന ഈ രോമം പിടിച്ച് വലിച്ച് പോരും. അതും എനിക്കൊരു അസ്വസ്ഥത തോന്നിയിരുന്നു. പക്ഷെ അതിന് രണ്ടിനെയും മറികടന്നുകൊണ്ട് ഞാൻ ഈ അടുത്തായിട്ടൊരു ആദ്യമായിട്ട് ഒരു മെറ്റൽ സ്ട്രാപ്പ് വാച്ച് വാങ്ങി. കാസിയോ MTP B145D-9AV യെല്ലോ ഡയലുള്ള ഒരു മോഡൽ. ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ടെക്ലോട്ടോപ്പിയുടെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. ഇതുവരെ റെസിൻ സ്ട്രാപ്പ് വാച്ചുകളും ലെതർ സ്ട്രാപ്പ് വാച്ചുകളും മാത്രം ഉപയോഗിച്ചിരുന്ന എൻ്റെ കളക്ഷനിലേക്ക് ഏറ്റവും പുതുതായി വന്ന ഐറ്റം. ഇതിന് ഞാൻ കണ്ട ഏറ്റവും വലിയൊരു ഗുണം ഈ വാച്ച് വളരെ ചെറുതാണെന്നുള്ളതും വളരെ മിനിമൽ ആണെന്നുള്ളതാണ്. വളരെ സിമ്പിളായ ഫോർമുല വാച്ച് ആണെന്നുള്ളവർക്ക്, പ്രത്യേകിച്ച് സ്മോൾ സൈസ് ഉള്ളവർക്ക് ഒരു ബെസ്റ്റ് ചോയ്സ് ആണ്. അവിടെ ചെറിയൊരു സംഭവം ഉണ്ട് കേട്ടോ. ഈ സീരീസിൽ വരുന്ന വാച്ചുകൾ എല്ലാം ഡയൽ കളർ അത്ര സിമ്പിൾ അല്ല. ഇതിലെ ഗ്രീൻ ആൻഡ് ബ്ലൂ ഡയൽസ് ആണ് ഏറ്റവും എലഗന്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ റോസ് കളറും കൊള്ളാം, ലൈറ്റ് ഷെയ്ഡാണ്. എനിക്ക് തോന്നുന്നു ലേഡീസിനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഷെയ്ഡാണ് ഇതിന്റെ ആ റോസ് കളർ ഡയലുള്ള വാച്ച്. പക്ഷെ ആ കൂട്ടത്തിൽ എനിക്ക് ഏറ്റവും സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള 2 കളറുകൾ റെഡും യെല്ലോ ആണ്. അതിൽ എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് യെല്ലോ ആണ്. അതുകൊണ്ടാണ് ഞാൻ ഇതെടുത്തത്. ഇതിൽ ആദ്യം ഒരു ടർക്കോയിസ് കളർ ഇറങ്ങിയിരുന്നു, അത് ഇപ്പൊ നിർത്തി. അതൊരു കിഡിലൻ കളറായിരുന്നു. അത് ഇപ്പോഴും ഇറങ്ങുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാനത് എടുത്തേനെ. ഫോർമുല ആവണം, എന്നാൽ അതിൽ ചെറിയൊരു ഫ്ലാഷ് എലമെന്റും വേണം എന്നുള്ളതായിരുന്നു ലക്ഷ്യം. ഈ വാച്ചിന്റെ ഡിസൈനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ മിക്കവാറും പേര് ആദ്യം പറയാൻ പോകുന്നത് ഈ വാച്ച് കണ്ടു കഴിഞ്ഞാൽ ടിസോ PRX പോലെ ഇരിക്കുന്നുണ്ടെന്നാണ്. PRXന്റെ കോപ്പി പോലൊക്കെ തോന്നും എന്നൊക്കെ ആയിരിക്കും പറയാൻ പോകുന്നത്. തീർച്ചയായിട്ടും PRXന്റെ ഡിസൈൻ ഈ വാച്ചിന്റെ ഡിസൈനെ ഇൻസ്പയർ ചെയ്തിട്ടുണ്ടാവാം. എങ്കിലും ഇതൊരു ടിസോ ഡിസൈൻ അല്ല. ഈ ഒരു ഡിസൈൻ 80കളിലെ വാച്ചുകളുടെ ഒരു കോമൺ ഡിസൈൻ ആയിരുന്നു. ഇത് 35mm സൈസിൽ മാത്രമേ വരുന്നുള്ളൂ. ലെഗ് ടു ലെഗ് 40mm ആണ്. 7.4mm തിക്നെസ് ഉള്ളൂ. അത്യാവശ്യം കട്ടി കുറഞ്ഞൊരു വാച്ചാണെന്ന് വേണം പറയാൻ. ഇതൊരു സ്റ്റെയിൻലെസ് സ്റ്റീൽ ബിൽഡ് വാച്ചാണ്. കംപ്ലീറ്റ് സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. 6,995 രൂപ വിലയുണ്ടെന്ന് പറയുമ്പോൾ ചിലരൊക്കെ പറയും അത് കൂടുതലാണെന്ന്. അത് ഈ വാച്ചിനെ സംബന്ധിച്ചിടത്തോളം കൂടുതലല്ലെന്ന് പറയാൻ കാരണം ഇതിന്റെ ഫിനിഷും ബിൽഡും ആണ്. സ്ട്രാപ്പും തിക്കാണ്, ഫോൾഡഡ് മെറ്റൽ സ്ട്രാപ്പ് ആണ്. പിന്നെ ഇതിന്റെ ഈ ഒരു 1 ടച്ച് 3 ഫോൾഡ് ക്ലാസ്പ് മെക്കാനിസം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അസാമാന്യ ഫിനിഷുള്ള ഒരു സംഭവമാണ് ഈ വിലക്ക്. സ്ട്രാപ്പിലും ഇവിടെ മാത്രം ബ്രഷ്ഡ് മെറ്റൽ ഫിനിഷ് ആണ്. ബാക്കിയെല്ലാം കണ്ണാടി പോലെയാണ്. മിനറൽ ഗ്ലാസ് ആണ്. 85 ഗ്രാമാണ് ഭാരം. എന്റെ കയ്യിൽ സൂട്ട് ആവാനായിട്ട് ഇതിൽ ഒരുപാട് കണ്ണികൾ എടുത്ത് മാറ്റേണ്ടി വന്നു. ഇപ്പൊ ഇത് ഭയങ്കര ചെറുതായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. 4393 എന്ന് പറഞ്ഞ മൊഡ്യൂളാണ് ഈ വാച്ചിൽ ഉപയോഗിച്ചിരിക്കുന്നത്. സമയം കൂടാതെ ഡേറ്റ് മാത്രമേ കാണിക്കുള്ളൂ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡയലാണ്. മുകളിൽ കാസിയോ എന്നും താഴെ 50 മീറ്റർ വാട്ടർ റെസിസ്റ്റൻസ് എന്നും എഴുതിയിട്ടുണ്ട്. ഈ 50 മീറ്റർ വാട്ടർ റെസിസ്റ്റൻസ് എന്നുള്ള എഴുത്ത് ഡയലിൽ വേണ്ടായിരുന്നു എന്നുള്ളൊരു അഭിപ്രായം കുറച്ച് പേരൊക്കെ പറഞ്ഞിരുന്നു. അത് സാറില്ല, അങ്ങനെ നിൽക്കട്ടെ. 3 വർഷമാണ് ഈ വാച്ചിന്റെ ബാറ്ററി ലൈഫ്. +or-20 സെക്കൻഡ്സ് പെർ മന്ത് ആണ് ഈ വാച്ചിന്റെ ആക്യുറസി. അത് അത്യാവശ്യം നല്ലൊരു ആക്യുറസിയാണ്. അത് മാത്രമല്ല ഈ സെക്കൻഡ്സ് നീഡിൽ സെക്കൻഡ്സ് മാർക്കിംഗ് കൃത്യമായിട്ട് ഹിറ്റ് ചെയ്യുന്നുണ്ട്. അതും നല്ലതാണ്. ഉപയോഗിക്കാൻ ശരിക്കും വളരെ ഈസിയാണ്, വളരെ ഭംഗിയാണ് കാണാൻ. ശരിക്കും എൻ്റെ കയ്യിലൊക്കെ ഈ ഒരു സൈസാണ് പാകം. എൻ്റെ റിസ്റ്റ് എന്ന് പറയുന്നത് ഒരു 6 ഇഞ്ച് റിസ്റ്റ് ആണ്. കിഡിലൻ വാച്ചാണ്, തീർച്ചയായിട്ടും റെക്കമെൻഡ് ചെയ്യും. 6,995 രൂപയാണ് വില. കാസിയോ എക്സ്ക്ലൂസീവ് സ്റ്റോർ MG റോഡ് കൊച്ചിന്നാണ് ഞാൻ വാച്ച് എടുത്തത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അതുപോലെ തന്നെ നമുക്കൊരു ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്, ടെക്ലോട്ടാപ്പി എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ അതും കൂടി ഒന്ന് ഫോളോ ചെയ്യാനായിട്ട് മറക്കല്ലട്ടാ. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നതായിരിക്കും.